Hi all, welcome you all to Econometrica. I am Kavya. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. കൊമേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലെ. അടുത്തത് നമ്മളുടെ അൺഓർഗനൈസ്ഡ് സെക്ടർ ആണ്. അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഇൻഡിജിനസ് ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ് മുതലായവയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് എന്നുള്ളതായിട്ട് പ്ലഗ് ഇൻ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഇൻഡിജിനസ് ബാങ്കേഴ്സ്. ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഫേംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ്. അവർ ബാങ്ക് ആയിട്ട് ഒരു റൂളോ മെക്കാനിസോ ഒന്നിന്റെ കീഴിലോ അല്ല, ബട്ട് ദേ ഡു ബിഹേവ് ആസ് ബാങ്ക്സ് എന്നാണ് പറയുന്നത്. ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക, ലോണ് പ്രൊവൈഡ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യുന്നത് ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആയിരിക്കും. ബാങ്കേഴ്സ് പോലെ തന്നെ നമുക്കറിയാം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് അപ്രൈസൽ മെക്കാനിസത്തിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. സോ ഇവര് ബേസിക്കലി എന്തായിട്ടാ ഫിനാൻഷ്യൽ ഇന്റർമീഡിയേറ്ററീസ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ റോൾ അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത് ജസ്റ്റ് ബാങ്കിങ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ജസ്റ്റ് അവരെന്താ ചെയ്യുന്നത്, അവര് മണി ലെൻഡ് ചെയ്യുക. അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസോ റൂൾസോ എല്ലാം അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും മറിച്ച് ബാങ്കിനെ പോലെ അത്രയും സ്ട്രക്ചേർഡ് ആയി, നമ്മളെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെക്കാനിസംസോ പോളിസീസിനോ ഒന്നും തന്നെ അവര് അഡ്ഹറൻസ് കൊടുക്കുന്നില്ല. അടുത്തത് മണി ലെൻഡേഴ്സ്. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി ലെൻഡേഴ്സ് ഡിപ്പെൻഡ് എൻറ്റയർലി ടു ഓൺ ദെയർ ഓൺ ഫണ്ട്സ്. മണി ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയയിലുള്ളവരാവാം, അർബൻ ഏരിയയിലുള്ളവരാവാം, പ്രൊഫഷണൽ ഇൻഡിവിജ്വൽസ് ആവാം, നോൺ പ്രൊഫഷണൽ ഇൻഡിവിജ്വൽസ് ആകാം, ഫാമർ, മർച്ചന്റേഴ്സ്, അതുപോലെ ട്രേഡേഴ്സ്, അവരെല്ലാമാണ് മണി ലെൻഡേഴ്സിന്റെ ഏരിയയിൽ വരുന്നത്. അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അൺറെഗുലേറ്റഡ് ആണ് വരുന്നത്. പക്ഷെ കൂടാതെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവര് ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഹൈ സ്വാപ്സ് ആൻഡ് ഹൈ ലെവൽസ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിന് മണി അവര് ഓഫർ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി ചിലപ്പോഴൊക്കെ നമ്മളത് അടച്ചിട്ടില്ലെങ്കിൽ റാപ്പിഡ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്കും അത് ചിലപ്പോൾ കാരണമാകും. ഇനി നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നാൽ അവയെ രണ്ടായാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഓർഗനൈസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും, രണ്ട് അൺഓർഗനൈസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും. എന്താണ് ഓർഗനൈസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് ഡെവലപ്മെന്റ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IDBT, ICICI, IFCI, IIBI, IRDC മുതലായവയെ ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതേപോലെ സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻസും ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ നമുക്കുള്ളതാണ് നബാർഡ്, LDBS. ഇവരെയൊക്കെ നമുക്ക് എന്താ ഡെവലപ്മെന്റ് ബാങ്കുകളായിട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റൂ അല്ലെ. നമ്മളുടെ കോർപ്പറേറ്റ് മേഖലയിലാണെങ്കിലും ഇൻഡസ്ട്രിയൽ മേഖലയിലാണെങ്കിലും വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഓഫർ ചെയ്യാനായിട്ടും നമ്മളെ മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ടും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സേവിങ്സ് മൊബിലൈസ് ചെയ്യുക, പലതരത്തിലുള്ള സ്കീംസ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാ രീതിയിലും ഒരു അപ്ലിഫ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. LIC, JIS, LTT, മ്യൂച്വൽ ഫണ്ട്സ് മുതലായവരെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മളെ കയ്യിൽ കാശ് വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആവശ്യം എന്താ, നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെ വളരെ പ്രോമസീവായി നല്ല ലെവൽസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനായി നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്തത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് NBFCs എന്ന് നമ്മൾ പറയൂ അല്ലെ. ഫിനാൻസ് കമ്പനി, ലീസിംഗ് കമ്പനി, ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, ഫാക്ടറിംഗ് കമ്പനീസ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ഇവരെല്ലാമാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അൺഓർഗനൈസ്ഡ് ബോഡീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. പബ്ലിക് ഫണ്ട് റേസ് ചെയ്യുക, ലോണബിൾ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം.
അപ്പൊ എന്താ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇന്ന് ഇമ്പോർട്ടന്റ് ആയി ചർച്ച ചെയ്തിട്ടുള്ളത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പൊ അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇൻഡിജനസ് ബാങ്കേഴ്സ് ഉണ്ട്, മണി ലെൻഡേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോയാൽ, ഇതുവരെ നമ്മൾ പഠിച്ച ബാങ്കിങ് ആണ് അല്ലെ, നോൺ ബാങ്കിങ്ങിലേക്ക് പോയാലും ഇതേപോലെ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ കിട്ടും. അതായത് ഓർഗനൈസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിന്റെ അകത്താണ് ഡെവലപ്മെന്റ് ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അൺഓർഗനൈസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും നമുക്ക് കാണാനായി സാധിക്കുന്നത്. എല്ലാവർക്കും വ്യക്തമാണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ സിലബസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സിലബസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്രീ ക്ലാസ്സസ് മൊഡ്യൂൾ വൈസിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. Stay tuned to Econometrica. Thank you.